നടക്കാൻ പോയവരൊക്കെ നേരത്തെ വന്നല്ലോ. ലക്കി അവരെ നോക്കി. എന്ത് കാറ്റായിരുന്നു? അക്കു ലക്കിയെ നോക്കി പറഞ്ഞു. കാറ്റോ? ജോബിൻ ചോദിച്ചു. ആ, എന്തൊരു കാറ്റാ വീശിയത്. മരമൊക്കെ മറിഞ്ഞു വീണു. കേറ പേടിയോടെ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ലക്കി ചോദിച്ചു. കാറ്റൊന്നും ഇവിടെ വീശിയില്ലല്ലോ, അല്ലേ ജോബിൻ? ആ, ഞങ്ങൾ ഇത്ര നേരം ഗാർഡനിലായിരുന്നല്ലോ. ഇപ്പോ കേറിയതേ ഉള്ളൂ. ഇവിടെ കാറ്റൊന്നും വീശിയില്ല. ജോബിൻ പറഞ്ഞത് കേട്ട് അവർ പരസ്പരം നോക്കി. പക്ഷേ പള്ളിയുടെ ആ ഭാഗത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. നഥാൻ സംശയത്തോടെ പറഞ്ഞു. അതെന്താണാവോ? ലക്കി അതിന് വലിയ വില കൊടുത്തില്ല. കാതറിൻ നഥാനെ നോക്കി കിടക്കട്ടെ എന്ന ആംഗ്യം കാണിച്ചു. നഥാൻ അനുവാദം കൊടുത്തപ്പോൾ അവൾ റൂമിലേക്ക് പോയി. നഥാനും കേറയും അവിടെ നിന്ന് പോയപ്പോൾ അക്കു ലക്കിയെ നോക്കി. എല്ലാം സെറ്റ്. പതിവില്ലാതെ കാറ്റുകൂടി ആയപ്പോൾ കേറയ്ക്ക് പേടിയായിട്ടുണ്ട്. നാളെ നൈറ്റ് ഒരു ഡ്രാമ കൂടി ആയാലൊക്കെ സെറ്റാണ്. ജോബിൻ, നീ പെണ്ണിന്റെ സൗണ്ടിൽ സംസാരിക്കണം. അതുകൂടെ പക്കയായാൽ കേറ ഇവിടുന്ന് പറ ഉറക്കും. ലക്കി ജോബിനെ നോക്കി. അത് സെറ്റ്, ജോബിൻ പറഞ്ഞു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അക്കു അവരെ നോക്കി. ഹീബ്രു ഭാഷയിൽ വേണ്ടേ സംസാരിക്കാൻ? അതെങ്ങനെ ഒപ്പിക്കും? നഥാനോട് പറഞ്ഞാലോ? വേണ്ട, കാതറിനോട് ചോദിച്ചു നോക്കാം. അവൾക്കറിയോ അതിന്? അക്കു ലക്കിയോട് ചോദിച്ചു. അവൾക്കറിയാം. അവൾക്കതൊക്കെ അവളുടെ പപ്പ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കൊൽക്കത്ത പോയപ്പോൾ പറഞ്ഞതാ. ഇപ്പോൾ പോയാൽ നഥാനുണ്ടാകും അവിടെ. അവനില്ലാത്തപ്പോൾ പറയാം. വേണേൽ കേക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങാം. അക്കു ചിരിച്ചു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. ലക്കി അക്കുവിനെയും ജോബിനെയും നോക്കി പറഞ്ഞു. നഥാൻ റൂമിലില്ലാത്ത നേരം അക്കുവും ലക്കിയും കാതറിൻ്റെ അടുത്ത് ചെന്നു. കാതറിൻ അവരെ നോക്കി എന്തെന്നാംഗ്യം കാണിച്ചു. ഒരു ഹെൽപ്പ് ചെയ്യാമോ? അക്കു ചോദിച്ചു. അവൾ എന്തെന്ന് കൈ ഉയർത്തി കാണിച്ചു. കുറച്ച് കാര്യങ്ങൾ നീ ഹീബ്രുവിൽ എഴുതി തരണം. ലക്കി പറഞ്ഞു. എഴുതി തന്നാൽ കേക്ക് വാങ്ങിത്തരാം. കാതറിൻ ചിരിച്ചു. ലക്കി അവൾക്ക് ബുക്കും പേനയും കൊടുത്തു. ഡയലോഗ് കൊടുക്കൂ, ലക്കി പറഞ്ഞു. അക്കു പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ എഴുതി കൊടുത്തു. കഴിഞ്ഞോ? കാതറിൻ അത് അവന് നേരെ നീട്ടി. അക്കു അത് വാങ്ങി നോക്കി ലക്കിക്ക് കൊടുത്തു. ലക്കി ദേഷ്യത്തോടെ കാതറിനെ നോക്കി. അവൾ അവരെ നോക്കി. മോളെ കാതറിൻ, ഇങ്ങനെയല്ല. നമ്മൾ മംഗ്ലീഷ് എഴുതില്ലേ, അതുപോലെ വേണം. ഇത് മലയാള ഭാഷയിൽ എഴുതിത്താ, ലക്കി പറഞ്ഞു. കാതറിൻ അതേപോലെ തന്നെ എഴുതി കൊടുത്തു. നോക്കട്ടെ. ലക്കി വാങ്ങി നോക്കി. ഓക്കെ, ഇങ്ങനെ തന്നെ. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്ന കാര്യം തന്നെയല്ലേ? അവൻ ചോദിച്ചു. അവൾ അതേ എന്ന് തലയാട്ടി. ഇതെന്തിനാ? അവൾ ചോദിച്ചു. അതൊക്കെ ഉണ്ട്, അക്കു ചിരിച്ചു. കേക്ക്? അവൾ ആംഗ്യം കാണിച്ചു. അത് വാങ്ങിത്തരാ. നഥാൻ അറിയണ്ട, ഓക്കെ? അവർ റൂമിൽ നിന്ന് പോയി. അങ്ങനെ ഡയലോഗ് റെഡി. നീയും ജോബിനും ഇത് പഠിക്കണം. ഞാനും ജാനറ്റും അഭിനയിച്ചോളാം. ലക്കി അക്കുവിനെ നോക്കി. അഭിനയമാണെന്ന് ഓർമ്മ വേണം, കേട്ടല്ലോ? അക്കു അവനെ ഉപദേശിച്ചു. ഇനി നാളെ രാത്രി ആകണ്ടേ ഇതൊന്ന് തട്ടേൽ കയറാൻ? വാ, പോയി പ്രാക്ടീസ് ചെയ്യാം. രാത്രി ആഹാരം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഹാളിലിരിക്കുന്ന നേരത്താണ് അടുക്കളയിലെ പാത്രങ്ങൾ നിലത്ത് വീഴുന്ന ശബ്ദം കേട്ടത്. എല്ലാവരും അവിടേക്ക് ഓടി. എന്താ അമ്മച്ചി? പേടിച്ചു നിൽക്കുന്ന അമ്മച്ചിയോട് നഥാൻ ചോദിച്ചു. നിലത്ത് പാത്രങ്ങൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അറിയില്ല കുഞ്ഞെ, ഞാൻ ബാത്റൂമിലായിരുന്നു. വല്ല എലിയോ മറ്റോ ഓടിക്കാണും. പഴയ ബംഗ്ലാവല്ലേ, ലക്കി പറഞ്ഞു. ജാനറ്റും അമ്മച്ചിയും പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി വെച്ചു. അവർ തിരികെ ഹാളിലേക്ക് വന്നതും കറണ്ട് പൊടുന്നനെ പോയി. ഷെടാ, അക്കു ചുറ്റും നോക്കി പറഞ്ഞു. ഇതെന്തൊരു കഷ്ടമാ. അവൻ ചെന്ന് ലൈറ്റർ എടുത്ത് ഹാളിലെല്ലാം മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഒരു മെഴുകുതിരി കൈ പിടിച്ച് നഥാൻ ബംഗ്ലാവിന്റെ മുന്നിലെ വാതിൽ തുറന്നതും അതിശക്തമായ കാറ്റ് അകത്തേക്ക് ആഞ്ഞടിച്ചു. മെഴുകുതിരികൾ കെട്ടു. ഇവനെ ഞാൻ, ലക്കി നഥാന് ചീത്ത പറഞ്ഞു. നഥാൻ ഡോർ അടയ്ക്കുവാൻ ശ്രമിച്ചു. പുറത്തുനിന്ന് വരുന്ന കാറ്റ് അതിന് അനുവദിച്ചില്ല. എടാ, വന്ന് സഹായിക്കടാ, ഡോർ അടയുന്നില്ല കാറ്റ് കാരണം. നഥാൻ ഡോർ തള്ളി നോക്കി. ജോബിനും ലക്കിയും ചെന്ന് നഥാനൊപ്പം ഡോർ തള്ളി ഒരുവിധം ഡോർ അടച്ചു. പുറത്തെന്തൊരു കാറ്റാ, നഥാൻ പറഞ്ഞു. അക്കുവും ജാനറ്റും കേറയും മെഴുകുതിരികൾ വീണ്ടും കത്തിച്ചു വെച്ചു. പെട്ടെന്നുള്ള കാലാവസ്ഥയുടെ മാറ്റവും കാറ്റും എല്ലാം എന്തോ ഒന്നിന്റെ സൂചനയാണെന്ന് കാതറിന് മനസ്സിലായി.
അവൾ നഥാനെ തന്നെ നോക്കിയിരുന്നു. ഇതിനകത്തിരുന്നാൽ പുറത്ത് ഇങ്ങനെയൊരു കാറ്റുള്ളത് അറിയുന്നുണ്ടോ? അക്കു പറഞ്ഞു. ഇനി ഇന്ന് എന്തായാലും കറണ്ട് വരുമെന്ന് തോന്നുന്നില്ല. ദൂരെ എവിടെയോ നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം ബംഗ്ലാവിൽ കേട്ടു. ആ, ഇതിന്റെ കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ലക്കി ചിരിച്ചു. അക്കു ലക്കിയുടെ കൈപിടിച്ച് കേറയെ നോക്കുവാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു. കേറ പേടിച്ചിരിക്കുകയായിരുന്നു. അക്കു ജോബിന്റെ കാലിൽ തട്ടി കേറയെ കാണിച്ചു കൊടുത്തു. എന്നാലും ഈ നായ്ക്കൾക്ക് എന്തിന്റെ കേടാ? ഇവറ്റകൾക്ക് ഉറക്കമില്ലേ? അക്കു ഉറക്കെ പറഞ്ഞു. അക്കുചേട്ടാ, നായ്ക്കളങ്ങനെ വെറുതെ ഓരിയിടില്ല, ജോബിൻ പറഞ്ഞു. ഒന്നെങ്കിൽ കാലിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആത്മാക്കളെ കാണുമ്പോൾ. അത് കേട്ടപ്പോൾ കേറ ജോബിനെ നോക്കി. പുറത്തെ കാറ്റ് കണ്ടില്ലേ? ഇത്രനാൾ ഇങ്ങനൊരു കാറ്റേ വീശിയിട്ടില്ല, അല്ലേ അമ്മച്ചി? അതെന്നെ ഞാനും ആലോചിക്കുന്നത്. എന്തൊരു നശിച്ച കാറ്റാ! അമ്മച്ചി അത് പറഞ്ഞു തീർന്നതും ഭൂമിയിലേക്കിറങ്ങി ഇടിവെട്ടിയതും ഒരുമിച്ചായിരുന്നു. ഇടിവെട്ടിയ ശബ്ദം കേട്ട് കേറ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്താ മോളെ? മാമി ചോദിച്ചു. ഒന്നുമില്ല, പെട്ടെന്ന് ഞാൻ പേടിച്ചു, കേറ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. നീ ബാക്കി പറയൂ ജോബിൻ. ശരിക്കും ആത്മാക്കളെ കാണുമ്പോഴാണോ നായ്ക്കൾ ഓരിയിടുന്നത്? ലക്കി ചോദിച്ചു. അതെ, പക്ഷെ ഇവിടെ നായ്ക്കളില്ല, അതല്ലേ രസം. കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന ഒരെണ്ണത്തിനെ പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഇവറ്റകൾ എവിടുന്നായി കരയുന്നത്? അതിനിവിടെ എവിടെ ആത്മാക്കൾ? നഥാൻ ചോദിച്ചു. എന്റെ നഥാൻ സാർ, ഈ ഏതൻ ഗാർഡൻ അപ്പുറം ശ്മശാനമാണ്. പണ്ടിവിടെ ഉണ്ടായിരുന്ന എസ്തേർ ബലിക്ക് വേണ്ടി കൊന്നവരുടെ ശരീരമൊക്കെ മറവ് ചെയ്തിരുന്നത് അവിടെയാണെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അല്ലേ അമ്മച്ചി? ജോബിൻ അമ്മച്ചിയെ നോക്കി. അതെ, അങ്ങനെ ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മച്ചി അത് ശരിവച്ചു. പുറത്ത് വീശുന്ന കാറ്റ് വാതിൽ പഴുതിലൂടെ അകത്തേക്ക് കടന്ന് നഥാനെ തഴുകി. നഥാൻ അടുത്തിരുന്ന ക്യാതറിന്റെ വയറിൽ തൊട്ടു. ക്യാതറിൻ പെട്ടെന്ന് വയറിൽ കൈവച്ചു. എന്തേ? നഥാൻ ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. ആ കാറ്റ് പതിയെ പടികൾ കയറി നഥാൻ താക്കോലുകൊണ്ട് പൂട്ടിയ എസ്തേറിന്റെ പ്രാർത്ഥനാ മുറിയുടെ വാതിൽ തള്ളിത്തുറന്നു. ശബ്ദം കേട്ട് നഥാൻ മുകളിലേക്ക് നോക്കി. അവൻ എന്തോ സംശയം തോന്നി എഴുന്നേറ്റു. എല്ലാവരും അവനെ നോക്കി. നഥാൻ ടോർച്ചെടുത്തു. എങ്ങോട്ടാടാ? അക്കു ചോദിച്ചു. ഇപ്പൊ വരാം. നഥാൻ പടികൾ കയറി. എടാ, ഞാനും വരാം, ലക്കി പറഞ്ഞപ്പോൾ നഥാൻ തിരിഞ്ഞു നോക്കി വേണ്ടെന്ന് തലയാട്ടി. അവൻ പടികൾ കയറി എല്ലാ റൂമിന്റെയും വാതിലിലേക്ക് നോക്കി. എസ്തേറിന്റെ പ്രാർത്ഥന മുറി തുറന്നു കിടക്കുകയായിരുന്നു. ഇത് ഞാൻ കീ വെച്ച് ലോക്ക് ചെയ്തതാണല്ലോ. നഥാൻ റൂമിലേക്ക് ചെന്ന് ടോർച്ചടിച്ച് ചുറ്റും നോക്കി. ഇടയ്ക്ക് ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഒരു സ്ത്രീ രൂപം മറഞ്ഞുപോയതുപോലെ നഥാന് തോന്നി. അവൻ വാതിലടച്ച് പതിയെ താഴേക്ക് തന്നെ ഇറങ്ങി. നഥാൻ സോഫയിൽ വന്നിരുന്ന് മുകളിലേക്കൊന്ന് നോക്കി. എന്താടാ? അതാ എസ്തേറിന്റെ റൂം കാറ്റിൽ തുറന്നതാ, ഞാനതടച്ചു. നേരം കുറയായി, ഇന്ന് കറണ്ട് വരുമെന്ന് തോന്നുന്നില്ല. നഥാൻ എഴുന്നേറ്റു. കിടക്കണ്ടേ നിനക്ക്? നേരം കുറെ ആയില്ലേ ഇരിക്കുന്നത്? അവൻ പറഞ്ഞപ്പോൾ ക്യാതറിൻ എഴുന്നേറ്റ് നഥാനൊപ്പം റൂമിലേക്ക് പോയി. എല്ലാവരും പോയി ഹാൾ ശൂന്യമായപ്പോൾ എസ്തേറിന്റെ പ്രാർത്ഥനാ മുറിയുടെ വാതിൽ തനിയെ തുറന്നു. കേറ മെഴുകുതിരി ബെഡിനടുത്തുള്ള മേശമേൽ വെച്ച് പുതപ്പെടുത്ത് മൂടിക്കിടന്നു. പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ അവൾ പുതപ്പ് മുഖത്ത് നിന്ന് മാറ്റി. വന്നു എന്ന് പറഞ്ഞതും കറണ്ട് പോയി. കേറ വീണ്ടും പുതപ്പെടുത്ത് മുഖം മൂടിക്കിടന്നു. പതിയെ കേറ ഉറക്കമായി. ബംഗ്ലാവിനകം പൂർണ്ണമായും ശാന്തമായിരുന്നുവെങ്കിലും പുറത്ത് കാറ്റും മിന്നലും ഇടിയും തകർക്കുകയായിരുന്നു. ആരോ രണ്ടുപേര് സംസാരിക്കുന്നത് കേട്ട് കേറ കണ്ണു തുറന്നു. അവൾ ചെവി കോർത്ത് കിടന്നു. അതൊരു സ്ത്രീയും പുരുഷനുമായിരുന്നു. അവർ സംസാരിക്കുന്നത് ഹീബ്രു ആയിരുന്നു. ആരാ ഈ നേരത്തെ ഹീബ്രു സംസാരിക്കുന്നത്? കേറ ചുറ്റും നോക്കി. കറണ്ട് വന്നുപോയിക്കൊണ്ടിരുന്നു. അവൾ മെല്ലെ എഴുന്നേറ്റ് വാതിൽ തുറന്നു. കേറ റൂമിന് പുറത്തുനിന്ന് ചുറ്റും നോക്കി. അവൾ പതിയെ നടന്ന് ഹാളിൽ ചെന്ന് നിന്നു. ഇടിയും മിന്നലും ഭൂമിയിൽ വന്ന് പതിച്ചുകൊണ്ടിരുന്നു. ആരോ വന്ന് തോളിൽ കൈവച്ചതും ഒരു പെണ്ണിന്റെ നിലവിളിക്കൊപ്പം കേറയും നിലവിളിച്ചു. നഥാനും ക്യാതറിനും കണ്ണു തുറന്നു. ലക്കി എഴുന്നേറ്റ് മെഴുകുതിരി എടുത്തു പിടിച്ചു. അവൻ നോക്കുമ്പോൾ അക്കു റൂമിലില്ലായിരുന്നു. അക്കു ഒരു മെഴുകുതിരി അവന്റെ മുഖത്തിനോട് ചേർത്ത് വെച്ചു. അബ്രഹാം, താൻ എന്നെ കൊല്ലാൻ ഇറങ്ങിയതാണോ? കേറ കിതച്ചുകൊണ്ട് ചോദിച്ചു. നീ എന്താ ഇവിടെ?
ആരോ സംസാരിക്കുന്നത് കേട്ട് എഴുന്നേറ്റതാ. പെട്ടെന്ന് ആ നിലവിളി വീണ്ടും ഉയർന്നതും കേറ അക്കുവിന്റെ കൈ പിടിച്ചു. അബ്രഹാം, ഇവിടെ വേറെ ആരൊക്കെയോ ഉണ്ട്. പേടിച്ച് അക്കുവിന്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. നഥാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. പിന്നാലെ കാതറിനും മെഴുകുതിരി പൊക്കിപ്പിടിച്ച് ലക്കിയും. എന്താടാ? നഥാൻ ചോദിച്ചു. മേലേക്ക് ആരോ സംസാരിച്ചു, കേറ വിറച്ചുകൊണ്ട് പറഞ്ഞു. നിലവിളിച്ചു. ആര്? എന്തൊക്കെയാ നീ പറയുന്നേ? കേറ സത്യമാ പറഞ്ഞത് നഥ. ഞാനും കേട്ടു ഒരാണും പെണ്ണും സംസാരിക്കുന്നത്. ഹീബ്രു. കേറ കൂട്ടിച്ചേർത്തു. ഹീബ്രുവോ? എന്താ സംസാരിച്ചത്? നഥാൻ ചോദിച്ചു. കേറ കേട്ടതെല്ലാം തന്റെ ഭാഷയിൽ പറഞ്ഞു. ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന അർത്ഥത്തിൽ കാതറിൻ നിന്നു. പെട്ടെന്ന് പിടികിട്ടിയപ്പോൾ കാതറിൻ ലക്കിയെ നോക്കി. അവൻ താനല്ലെന്ന് തലയാട്ടി. തോന്നിയതാകും നിനക്ക്. നഥാൻ അവളെ നോക്കി. അല്ല, ഞാനും കേട്ടു, അക്കു പറഞ്ഞു. നിലവിളിയും ഞാൻ കേട്ടു. പെട്ടെന്ന് എവിടെ നിന്നോ ആ നിലവിളി വീണ്ടും കേട്ടു. എല്ലാവരും ചുറ്റും നോക്കി. കേട്ടില്ലേ? നാളെ അന്വേഷിക്കാം. എല്ലാവരും ചെന്ന് കിടക്ക്. നഥാൻ കാതറിന്റെ കൈ പിടിച്ച റൂമിലേക്ക് പോയി. ലക്കി റൂമിലേക്ക് പോയി. കേറ അക്കുവിനെ നോക്കി. എനിക്ക് പേടിയാകുന്നു അബ്രഹാം. താൻ ചെന്ന് കിടക്ക്. നാളെ അന്വേഷിക്കാം ആരാ സംസാരിച്ചതെന്ന്. അബ്രഹാം കൂടെ വാ പ്ലീസ്, എനിക്ക് പേടിയാ. കേറ അവനെ നോക്കി. കേറ ബെഡിൽ കിടന്നു. അബ്രഹാം അവളുടെ റൂമിലെ സോഫയിലും. പിറ്റേന്ന് കേറ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ അക്കു സോഫയിലില്ലായിരുന്നു. അവൻ പോയെന്ന് അവൾക്ക് മനസ്സിലായി. കുറെ കഴിഞ്ഞ് അവൾ പുറത്തു ചെന്നപ്പോൾ എല്ലാവരും പുറത്തുണ്ടായിരുന്നു. കേറയ്ക്കറിയാത്ത കുറച്ചുപേരും എലീനയും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. കേറ അവിടേക്ക് ചെന്നു. നഥാൻ അവരെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇന്നലെ ഇവിടെ നടന്നതിന് പിന്നിൽ ആരാ? സാർ പറഞ്ഞ പോലെ ഇന്നലെ ഇവിടെ കാറ്റൊന്നും വീശിയില്ല, മനു പറഞ്ഞു. കാറ്റ് വീശിയില്ലെന്നോ? ലക്കി ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു. ഇന്നലെ ഇജ്ജാതി കാറ്റും മിന്നലും ഇടിയും ഉണ്ടായിട്ടും നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഇന്നലെ കാറ്റൊന്നും ഉണ്ടായില്ല, എലീന പറഞ്ഞു. മിന്നലും ഇടിയൊന്നും ഞങ്ങൾ കേട്ടില്ലല്ലോ. പിന്നെന്താ, ഞങ്ങൾക്കെല്ലാവർക്കും തോന്നിയതാണോ? നഥാൻ ദേഷ്യപ്പെട്ടു. ഇന്നലെ രാത്രി നിലവിളിച്ചത് ആരാ? ഞങ്ങളല്ല സാർ, അവരെല്ലാം പറഞ്ഞു. ഇനി അങ്ങനെ വല്ലതും നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ പറയണം. നഥാൻ എല്ലാവരെയും നോക്കി അവിടെ നിന്ന് നടന്നു. എല്ലാവരും പിരിഞ്ഞുപോയി. കേറ മുറ്റത്ത് നിന്ന് ചുറ്റും നോക്കി. കേറ, താൻ വരുന്നില്ലേ? അക്കു ചോദിച്ചു. അവൾ ബംഗ്ലാവിലേക്ക് പോയി. എന്നാലും നമ്മൾ എഴുതിയ ഡയലോഗ് എങ്ങനെ കേറ പറഞ്ഞു? റൂമിലെത്തിയ ലക്കി അക്കുവിനോട് ചോദിച്ചു. എടാ, ഇന്നലെ ആരോ നിലവിളിച്ചു, ഞാനും കേട്ടതാ. സംഭവം നമ്മളറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്തെന്നറിയാമെങ്കിൽ ഞാനത് പറയില്ലേ. ഇനി ആ എസ്തേറിന്റെ പ്രേതമെങ്ങാനും ആവുമോ? നഥാന് കുഴപ്പമില്ല, അവൻ ഏത്തനാണ്. കാതറിന് അവന്റെ രക്ഷകയും. നമ്മളാണ് പെടുക. പിന്നെ നഥാനില്ലാതെ 4-5 മാസം നിന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ ഒരു ആത്മാവിനെ. ഒന്ന് പോടാ. അത് കാതറിനുള്ളത് കൊണ്ടായിരിക്കും, അവൾക്ക് മോതിരമുണ്ടല്ലോ, അക്കു പറഞ്ഞു. എടാ മണ്ട, അവക്ക് ആ മോതിരം കൊണ്ട് നഥാനെ മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. അവളെ പോലും രക്ഷിക്കാൻ പറ്റില്ല, പിന്നല്ലേ നമ്മളെ. പ്രേതവുമില്ല, ഒരു കോപ്പുമില്ല. അല്ല. ലക്കി തിരിഞ്ഞതും കേറയുടെ നിലവിളി കേട്ടു. വാടാ. ലക്കിയും മക്കുവും അവളുടെ റൂമിലേക്ക് ഓടി. അവർ ചെല്ലുമ്പോൾ നഥാനും കാതറിനുമെല്ലാം റൂമിലുണ്ടായിരുന്നു. എന്താ? അക്കു ചോദിച്ചു. ഇതെല്ലാം തനിയെ നിലത്തു വീണു, കേറ പറഞ്ഞു. നഥാൻ ഒന്നും പറയാതെ പുറത്തിറങ്ങി. അമ്മച്ചി, അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയേക്ക്, ലക്കി പറഞ്ഞു. കേറ രാത്രി ഗാർഡനിലിരിക്കുമ്പോൾ നഥാൻ അവളുടെ അടുത്തേക്ക് വന്നു. മേലേക്ക്, അവൾ എഴുന്നേറ്റ് നിന്നു. ഇരിക്കെ, നഥാൻ അവിടെ ഇരുന്നു കൊണ്ട് അവളോട് പറഞ്ഞു. കേറ ഇരുന്നു. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്താ മേലേക്ക്? നീ വന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ഞാൻ അറിയുമെന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞു. എൻ്റെ വിവാഹം, വധു നീ. പക്ഷെ അത് നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നഥാൻ അവളെ നോക്കി. കേറ മറുപടിയൊന്നും പറഞ്ഞില്ല. എനിക്ക് വളഞ്ഞ വഴി അറിയില്ല. നേരിട്ട് വീണ്ടും പറയുക, അടിമ ഉടമ എന്ന ബന്ധം അതൊക്കെ പണ്ടത്തെ അല്ലേ കേറ? ഇത് രാജഭരണമൊന്നും അല്ലല്ലോ. കാതറിനെ എന്തു വന്നാലും ഞാൻ ഉപേക്ഷിക്കില്ല. ഇമ്മാനുവലേത്തിനെ പോലെ അബദ്ധത്തിൽ കൊല്ലാൻ എൻ്റെ കാതറിൻ എസ്തർ അല്ല. നഥാനും കാതറിനും ഇടയിൽ ഒരൊറ്റ ബന്ധമേ ഉള്ളൂ, അത് പ്രണയത്തിൻ്റെയാണ്. ആദ്യമായി നഥാൻ അനാഥനല്ലാതെ ആയത് കാതറിൻ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ്.
തലവേദന എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി ചായ ഉണ്ടാക്കി തന്ന, എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്ന ക്യാതറിനെ ഞാൻ ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല. ഒരാളെ പ്രണയിക്കാതെ തന്നെ വിരഹമറിഞ്ഞത് അവൾ അവഗണിച്ചപ്പോഴാണ്. ഈ ലോകം കീഴ്മേൽ മറിയുമെന്ന് പറഞ്ഞാലും എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ മാറില്ല. നീ അടിമ എന്ന് പറയുന്ന ക്യാതറിന്റെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞ് ആരാന്ന് നിനക്കറിയുവോ? അടുത്ത വിശുദ്ധ ഏതൻ. നഥാൻ അവളെ നോക്കി. മേലക്? കേറ വിശ്വാസം വരാതെ അവനെ നോക്കി. അതെ, അന്ന് നിക്കോള എന്നെ കൊണ്ടുപോയത് ജന്മരഹസ്യ രേഖ കാണിക്കാനാണ്. അപ്പോൾ നീയൊന്ന് ആലോചിച്ചു നോക്ക്. ക്യാതറിൻ എന്നോളം അല്ലെങ്കിൽ എന്നേക്കാൾ ഉയർന്നവളാണ്. അതുകൊണ്ട് എനിക്ക് തരുന്ന ബഹുമാനം നീ അവൾക്ക് കൊടുക്കണം. മാത്രമല്ല, നീ തന്നെ എൻ്റെ ഞാൻ ഇതുവരെ കാണാത്ത ബന്ധുക്കളെ വിളിച്ച് അറിയിക്കണം നമ്മുടെ വിവാഹം നടക്കില്ല എന്ന്. കേട്ടല്ലോ? ഇത് അപേക്ഷയല്ല, നിന്റെ മേലക്കിൻ്റെ ആജ്ഞയാണ്. നഥാൻ കുറച്ച് ശബ്ദമുയർത്തി പറഞ്ഞു. ശരി. കേറ നഥാന്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു. നഥാൻ പോയപ്പോൾ അക്കു അവിടേക്ക് വന്നു. എന്തു പറ്റി കേറ? ആകെ ഒരു വിഷമം. ഒന്നുമില്ല അബ്രഹാം, ഞാൻ കേട്ടു നഥാൻ പറഞ്ഞത്. എടോ, ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അയാളെ തന്നെ നേടണമെന്ന് എന്തിനാ ആഗ്രഹിക്കുന്നത്? അവൻ ഒരിക്കലും തന്നെ സ്നേഹിക്കില്ല. അവൻ്റെ ജീവിതം ക്യാതറിനാണ്. സോ അവനെ വിട്ടേക്ക്. ഈ ഭൂമിയിൽ വേറെ ആണുങ്ങളില്ലാഞ്ഞിട്ടല്ലോ. നഥാനെ നേടിയിട്ട് മിറയെ പോലെ ആത്മഹത്യ ചെയ്യാനാണോ നിനക്ക്? നീ നഥാനെ നേടിയാൽ ക്യാതറിൻ്റെ ജീവിതം, നഥാന്റെ ജീവിതം, നിന്റെ ജീവിതം, നഥാന്റെയും ക്യാതറിൻ്റെയും കുഞ്ഞിൻ്റെ ജീവിതം, എത്ര ജീവിതങ്ങൾ പോകും? മറിച്ചാണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. പഠിപ്പുണ്ടല്ലോ നിനക്ക്, ഒന്ന് ചിന്തിച്ചു നോക്ക്. അക്കു പോകാൻ എഴുന്നേറ്റപ്പോൾ കേറ അവൻ്റെ കൈ പിടിച്ചു. എനിക്ക് മനസ്സിലാകും അബ്രഹാം. കേറ ചിരിച്ചു. മേലേക്കും താനും പറഞ്ഞത് ശരിയാ. എൻ്റെ മനസ്സിൽ മേലക്കിൻ്റെ ഭാര്യയായാൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ മേലക്കിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇനിയും ചിന്തിക്കാൻ സമയമുണ്ട് കേറ. അക്കു അവിടുന്ന് പോയി. കേറ കുറച്ചു നേരം കൂടി അവിടെയിരുന്നു. രാത്രി ക്യാതറിൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. എന്താ ക്യാതറിൻ ഗേറ്റ് ആലോചിച്ച് നിൽക്കുന്നത്? നഥാൻ ചോദിച്ചു. ക്യാതറിൻ മോതിരം ഊരി പിടിച്ചു. നഥാൻ, നമുക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്ത്? അറിയില്ല. ഇന്നലത്തെ സംഭവങ്ങളെല്ലാം അതിനെ ചുറ്റി നടക്കുന്നതാണ്. പെട്ടെന്നാണ് കാറ്റിൽ ജനൽ വന്നടിച്ചത്. ക്യാതറിൻ നഥാനെ നോക്കി. കണ്ടോ? കാറ്റ് കണ്ടോ? അതിനെക്കുറിച്ച് പറയുമ്പോൾ മാത്രം കാറ്റ്. അതെ, ഇത് എസ്തർ തന്നെ, ക്യാതറിൻ പറഞ്ഞു. അവൾ മോതിരം വിരലിലിട്ട് നഥാനെ നോക്കി. പെട്ടെന്ന് അവളുടെ വിരലിൽ വല്ലാത്ത ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി. ക്യാതറിൻ വിരലിലേക്ക് നോക്കി. എന്താ? ചൂട്. ക്യാതറിൻ വേഗം റൂമിന് പുറത്തേക്ക് പോയി. ക്യാതറിൻ മെല്ലെ! നഥാൻ അവൾക്ക് പിന്നാലെ ചെന്നു. ക്യാതറിൻ മെയിൻ വാതിൽ തുറന്നതും കാറ്റ് അകത്തേക്ക് കയറി. വീഴാതിരിക്കാൻ അവൾ ഒരിടത്ത് പിടിച്ചു നിന്നു. ക്യാതറിൻ! നഥാന് അവളുടെ അടുത്തേക്ക് എത്താനായില്ല. അവൾ മെല്ലെ ഉമ്മറത്തേക്ക് നടന്നു. ക്യാതറിൻ, ഇങ്ങി വാ! നഥാൻ പറഞ്ഞു. അവൾ കേട്ടില്ല. കാറ്റ് തന്റെ വയറ്റിൽ തട്ടുന്നതും വയറിനകത്ത് തന്റെ കുഞ്ഞനങ്ങുന്നതും അവൾ അറിഞ്ഞു. ദൂരെ ഗേറ്റ് മലർക്കെ തുറന്ന് ഒരു കാറ് വരുന്നത് അവൾ കണ്ടു. ആ കാറ് അവളെ മറികടന്നു പോയി. ഒരിടത്ത് നിന്ന് കാറിന്റെ ഡോറ് തുറന്ന് അയാൾ ആ മണ്ണിൽ കാലുകുത്തി.